ഓം ശാന്തി. മനസ്സിനെ ബാഹ്യലോകത്തിൽ നിന്നും ശാരീരിക അവയവങ്ങളിൽ നിന്നും പിൻവലിക്കൂ. ഞാൻ ഇപ്പോൾ പ്രകൃതിക്ക് ഈശ്വരീയ ശക്തി പ്രദാനം ചെയ്യാൻ പോകുകയാണ്. ഈ പഞ്ചതത്വങ്ങൾ എനിക്ക് സുഖമായും സന്തോഷമായും സ്വസ്ഥമായും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ധാരാളം സഹയോഗം നൽകിയിട്ടുണ്ട്. അതിനാൽ എൻ്റെ കടമയാണ് പ്രകൃതിക്ക് എൻ്റെ മനസ്സുകൊണ്ട് നന്ദി പറയുക, ശക്തി പ്രദാനം ചെയ്യുക. എൻ്റെ മനസ്സിനെ ഭൂമിയാകുന്ന ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ ഭൂഗോളത്തിൽ പഞ്ചതത്വങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്നിങ്ങനെയുള്ള തത്വങ്ങൾ ഭൂമിയിൽ സമയാസമയം പ്രകൃതിക്കും പ്രകൃതി കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിനും സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ ആകാശപ്രതലത്തിന് ശക്തി പകർന്നു നൽകുകയാണ്. എൻ്റെ മുന്നിൽ ഞാൻ സർവശക്തികളുടെയും ഉറവിടമായ സ്രോതസ്സായ പരമശക്തിയെ മനക്കണ്ണുകൊണ്ട് കാണുന്നു. അവിടെ നിന്നും എന്നിലേക്ക് സർവശക്തികളും പ്രസരിക്കുകയാണ്. ഞാൻ ആ ശക്തികൾ എന്നിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്നു. ആവാഹിക്കുന്നതിൻ്റെ ഒപ്പം ആകാശമണ്ഡലത്തിലേക്കും ഞാൻ ഈശ്വരീയ ശക്തി പ്രസരിപ്പിക്കുകയാണ്.
മനക്കണ്ണിൽ കാണൂ. ഈശ്വരൻ്റെ ശക്തി ആകാശം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശതത്വം ഈശ്വരീയ ശക്തിയാൽ നിറയുകയാണ്. ആകാശത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ഭൂമിയിലെ മറ്റു തത്വങ്ങളെയും പവിത്രമാക്കുകയാണ്. ഹേ ആകാശതത്വമേ, അവിടേക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ഈ ഒരു ജന്മം മുഴുവനും നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ആകാശതത്വം പോസിറ്റീവ് എനർജി കൊണ്ട് തിങ്ങിയിരിക്കുകയാണ്. ആകാശത്തെ നോക്കിയിരിക്കുന്ന ഈ ഭൂമി ഭൂമാതാവ്, ഭൂമിദേവി, ഭൂമാദേവി അതിനും ഞാൻ പരമാത്മാവിൽ നിന്നും എന്നിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി പകർന്നു കൊടുക്കുകയാണ്. മനക്കണ്ണിൽ ഈ ദൃശ്യം കാണൂ. എൻ്റെ പുരിക മധ്യത്തിൽ നിന്നും മുഴുവൻ ഭൂമിയെയും, അതായത് മണ്ണ്, പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുകയാണ്. ആ മണ്ണിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും, ചെടികൊടികൾക്കും, മനുഷ്യർക്കും സുഖം പകർന്നു തരുന്നതായി മാറുന്നു. സർവേശ്വരനായ പരമാത്മാവിൻ്റെ ശക്തി കിരണങ്ങൾ ഞാനിപ്പോൾ ഭൂമിയാകുന്ന പ്രതലത്തിലേക്ക് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മുഴുവൻ ഭൂമിയിലേക്കും അത് വ്യാപിക്കുകയാണ്. ദൂരെ ദൂരെ, കണ്ണെത്താ ദൂരത്തിലേക്ക് മനസ്സിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തി പടർന്ന് പടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു.
ഈ മണ്ണാകുന്ന പ്രതലം നല്ല ദൈവീക ശക്തി, പോസിറ്റീവ് എനർജിയാൽ നിറയുകയാണ്. നമുക്ക് ചുറ്റും വ്യാപിച്ച് അദൃശ്യമായ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ചെടികൊടികൾക്കും അത്യാവശ്യമായ വായുവിനും ഞാൻ ഈശ്വരൻ്റെ പ്രകാശകിരണങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. വായു ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഓരോരുത്തരും ശുദ്ധവായു ശ്വസിക്കുകയാണ്. വായു പവിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ ദൂരെ എന്നിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്രമായ ശുദ്ധമായ പ്രകാശകിരണങ്ങൾ വായുവിനെയും ശുദ്ധീകരിക്കുകയാണ്. ജലതത്വത്തിനും ഞാൻ പരമാത്മശക്തി പകർന്നു കൊടുക്കുന്നു. ജലം പവിത്രമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സങ്കല്പശക്തി ജലതത്വത്തെയും ശുദ്ധീകരിക്കുകയാണ്. ഭൂമിക്കടിയിൽ എവിടെയെല്ലാം ജലമുണ്ടോ അവിടേക്കെല്ലാം ഞാൻ പ്രസരിപ്പിക്കുന്ന പവിത്രതയുടെ കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജലതത്വവും ശുദ്ധമാകുന്നു. അഗ്നി, അതായത് ചൂട്, പരമാത്മാ പ്രകാശകിരണം ചൂടിനെയും ക്രമീകരിക്കുകയാണ്. അണ്ഡചരാചരങ്ങൾക്കും സസ്യലതാദികൾക്കും മനുഷ്യനും
ആവശ്യമുള്ള ചൂട് മാത്രമാണ് സൂര്യൻ പ്രദാനം ചെയ്യുന്നത്. എന്നിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രമായ കിരണങ്ങൾ സൂര്യനെയും സൂര്യൻ്റെ ചൂടിനെയും ക്രമീകരിക്കുകയാണ്. ഈ ഭൂമിയിലെ പഞ്ചതത്വങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ സാന്നിധ്യം തന്നെ ആ പ്രദേശം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രകൃതി മാതാവിനും ഭൂമാതാവിനും നന്മ ചെയ്യുന്ന പ്രയോജനപ്പെടുന്ന ശുദ്ധമാക്കുന്ന കൃമികളും കീടാണുക്കളും മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം ഈ ഈശ്വരീയ ശക്തി കൊണ്ട് നശിക്കുകയാണ്, ഇല്ലാതാകുകയാണ്. എൻ്റെ വലത് കൈ ഞാൻ ഉയർത്തിപ്പിടിച്ച് ഉള്ളം കൈയിൽ നിന്നും ദൈവീക ശക്തി, പരമാത്മശക്തി പ്രവഹിക്കുന്നതായി സങ്കൽപ്പിക്കണം. ആ ശക്തി ഭൂമാദേവിക്കും ഈ ഭൂമിയിലെ പഞ്ചഭൂതങ്ങൾക്കും നന്മയുണ്ടാക്കുകയാണ്. സങ്കൽപ്പിക്കൂ, പക്ഷിമൃഗാദികളും സസ്യലതാദികളും ഇഴജന്തുക്കളും അലയുന്ന ആത്മാക്കളും ഓരോ അണുവിനും മനുഷ്യ ആത്മാവിനും പരമാത്മാവിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രതയുടെ ശക്തി എന്നിലൂടെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
മുഴുവൻ ലോകവും സുഖം പ്രാപിക്കട്ടെ. സുഖം പ്രാപിക്കട്ടെ. സുഖം പ്രാപിക്കട്ടെ. ഓം ശാന്തി.